ഹലോ ഗായ്സ്, വളരെ സിമ്പിളായിട്ട് നല്ല കിഡിലൻ ടേസ്റ്റിലൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടാലോ? അതിന് വേണ്ടി ആദ്യം നമ്മൾ ചെമ്മീൻ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായി വൃത്തിയാക്കിയ ചെമ്മീനാണ് കേട്ടോ. ഇതൊരു 6-7 തവണ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി സ്ട്രെയിനറിലോട്ട് വാരി വയ്ക്കുന്നുണ്ട്. വെള്ളം എല്ലാം നന്നായി പോയ ശേഷം നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം ഓയിലും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഉപ്പിടാൻ മറന്ന കാര്യം ഓർമ്മ വന്നത്. ലേശം ഉപ്പ് കൂടെ ഇതിനകത്തോട്ട് നമ്മൾ പിന്നീട് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രഹസ്യക്കൂട്ട്. ഇതിനകത്ത് വെളുത്തുള്ളി, ചുവന്നുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊന്ന് മിക്സിയിൽ നന്നായി അടിച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ചെമ്മീൻ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത്. മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനായിരുന്നല്ലോ. ഇത് നമ്മൾ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് ചെമ്മീൻ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കളറിലോട്ട് ആകുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടത്. ലോ ടു ഹൈ ഫ്ലെയിമായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ അതിനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടുത്ത സെറ്റ് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 കിലോ ചെമ്മീനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ക്ലീൻ ചെയ്ത് വറുത്ത് കോരി വരുമ്പോഴേക്കും നമ്മൾക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ചെമ്മീനും ഇവിടെ നല്ലപോലെ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ കളറായപ്പോൾ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റി. ഇനി നമ്മുടെ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടിൻ്റെ പരിപാടിയിലാണ്. അതിന് നമ്മൾ ചട്ടി വെച്ച് ചട്ടി ചൂടായ ശേഷം നമ്മൾ എണ്ണയൊഴിച്ച് ചൂടായ എണ്ണയിലോട്ട് സവാളയാണ് ഞാൻ ആദ്യം ഇടുന്നത്. ഇതൊരു 3 സവാള നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 3 സവാളയും കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ കൂട്ടത്തിലിടുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തക്കാളി സ്ലൈസ് ചെയ്തത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. കാരണം ആദ്യമേ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിപ്പോൾ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. അതും ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ, ഗോൾഡൻ കളറാകുന്ന വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. എന്നാൽ കരിയാനും പാടില്ല. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ കൈ എടുക്കാതെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, പച്ചമുളകെല്ലാം ഇട്ട് തയ്യാറാക്കിയത്, അതുകൂടെ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്താലും മതി. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു രുചി എടുത്ത് നിൽക്കും. അതെല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൂടെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ പട്ട പൊടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പട്ട പൊടിച്ച അതിൻ്റെ പൊടിയും പിന്നീട് നമ്മുടെ പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ലേശം മല്ലിപ്പൊടിയും ആഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് നന്നായി വഴഞ്ഞ് വരുമ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം പോരെന്ന് തോന്നിയുകൊണ്ട് വീണ്ടും കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചെമ്മീൻ എടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല കിടിലൻ ടേസ്റ്റാണ്, ഭയങ്കര രുചിയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇതാണ് നമ്മുടെ ഫുഡ് ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ വേറെ ഒന്നും ഇതിൻ്റെ കൂടെ വേണ്ട. പിന്നെ അമ്മ പരിപ്പ് കറി ഉണ്ടാക്കിയതുകൊണ്ട് നമ്മൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു. പരിപ്പ് കറി